ഇതിനകത്തായിരുന്നു നമ്മുടെ ഈ കുപ്പിവെള്ളമില്ലേ, കുപ്പിവെള്ളം ഒരു കേസ് നമ്മൾ സുധീര് കൊണ്ട് അന്നേക്ക് പോയുള്ളെന്ന് അതും എടുത്തോണ്ട് പോയല്ലേ? മൊത്തം വരിക്കൊണ്ട് ഇനിയിപ്പോ ഉടനെ പറയും ട്രാഷ് അടുപ്പ് പോയില്ലേ, ബാക്കിയെല്ലാം അമ്മ എടുത്തോണ്ട് പോയി. മൊത്തം കൊണ്ട്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവിനല്ലൂർ പാലത്തിന് സമീപമാണ്. എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ ഒരു തട്ടുകടയുണ്ട്. ഈ തട്ടുകട നടത്തുന്നത് പുത്തൻപുരൈ ചെല്ലപ്പനും അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമ്മയും ചേർന്നാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ കടയിൽ ഒരു മോഷണം നടന്നു. ഈ കടയിലെ മുഴുവൻ സാധനങ്ങളും തൂത്തുവാരിക്കൊണ്ടുപോയി. ഒരു ഉപജീവന മാർഗമായിട്ട് അവർ സാധുക്കളായ 2 പേര് ചേർന്ന് നടത്തുന്ന കടയിൽ നിന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. മുഴുവൻ സാധനങ്ങളും തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്നേഹക്കൂട് നിഷ ഈ രാവിലെ തന്നെ ഈ വാർത്ത അറിഞ്ഞായിരുന്നു. അപ്പോൾ നിഷ അവിടുത്തെ ആൾക്കാരെ എല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും അവരിവിടെ വന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ മുഴുവൻ മേടിച്ചു കൊടുത്തേക്കാവുന്നൊരു ഉറപ്പും പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രയാസത്തിലായിരുന്നു. നമുക്ക് ആ കടയിലെ കാര്യങ്ങളൊന്ന് കാണാം. കൊടുത്തിട്ടുണ്ട് സ്നേഹക്കൂട്ടിന്നാണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ നിഷേധ് കണ്ടിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു, വന്ന് നോക്കാൻ പറഞ്ഞു. അമ്മയുടെ പാകം അല്ലേ? 30 വർഷമായി. അപ്പോൾ വിഷമിക്കണ്ട. അപ്പോൾ എന്നോട് നിഷ പറഞ്ഞു വരുന്നൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വയ്യ അടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നാളെ അവർ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം മേടിച്ചു തരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമ്മ നഷ്ടപ്പെട്ട അച്ഛനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സങ്കടപ്പെടണ്ട കേട്ടോ. പറയാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണെന്ന് അറിയാൻ വിഷമിക്കുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം വേണം. നമ്മുടെ ആരോഗ്യം നമുക്ക് അത് കുഴപ്പമില്ല. ഞാൻ പറയാം, വേറെ എല്ലാ കാര്യം കുഴപ്പമില്ല. ആശുപത്രി പോയത് എല്ലാ കൂടി കൊടുക്കാനുള്ള ഗ്യാസ് കുറ്റി അടുപ്പുണ്ടോ? അതോ അടുപ്പ് ആണല്ലേ? അടുപ്പ് മാത്രം കൊണ്ടുപോയി. അതും കൊണ്ടുപോയി വെള്ളം മൊത്തം കൊണ്ടുപോയെന്ന്. 2 കേസ് വെള്ളക്കുപ്പി, സോഡ പെട്ടിയില്ലേ, പെട്ടി എടുത്തോണ്ട് പോയി. സൂര്യന്റെ സോഡാ പെട്ടി 2 പെട്ടിയായിരുന്നു. അതിൽ 6 ഞാൻ പെരക്കി ഐസിനകത്തിട്ടു. ബാക്കി ഒരു പെട്ടി പുള്ളി 24 കൊണ്ടുപോയി. ഈ പലഹാരം ഉണ്ടാക്കുന്ന ചെമ്പ് ചീനിച്ചട്ടിയാ? അതെ. നമ്മളിവിടെ ഉണ്ടാക്കുന്നു. കലക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോവായിരുന്നു. കപ്പ വരെ കപ്പ ഉണ്ടായിരുന്നു. പച്ചക്കപ്പ 10 കൂട് കപ്പ, 10 കപ്പയിൽ ഉണക്കക്കപ്പ, 15 കിലോ ഉണക്കക്കപ്പ ഉണ്ടായിരുന്നു. അതും കൊണ്ടുപോയി. മൊത്തം ഞാൻ വരുമ്പോൾ ഇതിന്റെ ആ കണ്ടി അതിന്റെ കണ്ടി തുറന്നു കിടക്കും. 6:30 ഇവിടെ വന്നു. അത് ഞാൻ കാർമാരെ കാണിച്ചിട്ട് കണ്ടു. നാരങ്ങ സാധനം ഉണ്ട്. 4 അത് മൊത്തം തൂത്ത് വയ്ക്കുന്നത്. അത് കുഴപ്പമില്ല. വിഷമിക്കണ്ട കേട്ടോ. നാളെ നമുക്ക് ഇവിടെ അടുത്ത് വേറെ ക്യാമറ ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ഇവിടെ ആ വീട്ടിലെങ്കിലും എന്നാലും ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരിക്കും. അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിഷയം. ഇതെല്ലാം നോക്കിയിട്ടല്ലേ അവന്മാരും വരുന്നത് അല്ലേ?
അതെ അവർക്ക് അറിയാവില്ല. പിന്നെ അതെ അതെ തീർച്ചയായിട്ടും. ഇല്ല കൊണ്ടുപോകുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല എന്നറിയാം. ഇന്ന് രാവിലെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇപ്പോഴാണ് ഇല്ല ഇപ്പോഴാണ് പതിവായിട്ട് വന്ന് ചായ കുടിക്കുന്ന ആളാണ്. വൈകിട്ടത്തെ പരിപാടി കഴിഞ്ഞായിരിക്കുന്നത്. വൈകിട്ട് ഒരു 12 മണി വരെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി നിങ്ങളെപ്പോഴാണ് രാജീവ പോയെ? വൈകിട്ട് ഇവിടുന്ന് 12 ഞങ്ങള് 12:30 കഴിഞ്ഞ് ഉദിക്കാമല ഞങ്ങളുടെ പരിപാടിയായിരുന്നു. അത് ഞങ്ങളെ പോയത് 12:30 ഇവിടുന്ന് പോകുമ്പോൾ. അതിനുശേഷമായിരിക്കും. എന്തായാലും വിഷമിക്കണ്ട. തമ്പുരാനല്ല, നമ്മൾ നല്ലത് ചെയ്താൽ തമ്പുരാൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു പ്രശ്നമില്ല കേട്ടോ. നാളത്തേക്ക് നമുക്കെല്ലാം ശരിയായി. ഓക്കെ, ഇന്നൊരു ഭക്ഷണങ്ങൾ കുഴപ്പമില്ല. രാവിലത്തേക്ക് നമുക്ക് കേട്ടോ ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം സ്ഥാനം എടുക്കും കേട്ടോ. നാളെ എന്തായാലും വൈകുന്നേരം ചായയുടെ കൂടെ കടി ഉണ്ടാക്കാനുള്ള സാഹചര്യം ചെയ്യാം കേട്ടോ. ഞങ്ങൾ എല്ലാം അവിടെ കടി ഉണ്ടാക്കി തന്നാൽ മതി. ഞങ്ങളിവിടെ വന്ന് കടിയൊക്കെ കഴിച്ചു. ഓക്കെ ശരി എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. പുതുപ്പള്ളി ഞാലിയാഴി റോഡിൽ ഇരവനല്ലൂർ പാലത്തിന് സമീപമാണ് ഈ കട. ഇരവനല്ലൂർ ഷാപ്പിന് തൊട്ട് സമീപത്താണ് ഈ പുത്തമ്പുരയിൽ ചെല്ലപ്പനും തങ്കമ്മയും താമസിക്കുന്നത്. അവരുടെ കടയാണ്. ഈ കടയ്ക്കകത്ത് ഇന്നലെ രാത്രി 12 മണി വരെ ഇവിടെ സമീപത്ത് ആൾക്കാരുണ്ടായിരുന്നു. അതുതന്നെയല്ല, ഉദിക്കാമല ക്ഷേത്രത്തിലെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് ഇവിടെ ഈ മോഷണം നടന്നിരിക്കുന്നത്. കടയിലെ മുഴുവൻ സാധനങ്ങളും തൂത്തുവാരിക്കൊണ്ട് പോയി. അവരുടെ ഗ്യാസ് കുറ്റി അടക്കം എടുത്തുകൊണ്ട് പോയി. അതുപോലെ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു, സോഡ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇവിടെ ചെറിയ അലമാരിയൊക്കെ പൂട്ടി വെച്ചിരുന്നതാണ്. എന്നാൽ ആ പൂട്ടെല്ലാം തല്ലി പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോയതാണ്. ഞാനിവിടെ വന്നപ്പോൾ സ്നേഹക്കൂട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാമൊക്കെ ഇന്നലെ ഉദിക്കാമലയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിഷ പറഞ്ഞിട്ടാണ് അവരിവിടെ വന്നത്. അപ്പോൾ അവർ നാളെ അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളെല്ലാം, കട നടത്താൻ ആവശ്യമായ സാധനങ്ങളെല്ലാം അവർ മേടിച്ചു കൊടുത്തേക്കാന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ സഹായിക്കാൻ പറ്റുന്നവരെല്ലാം അദ്ദേഹത്തെ ഒന്ന് സഹായിക്കായിരുന്ന നല്ലതായിരുന്നു. കാരണം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, ഉപജീവനം നടത്തുക. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാന്ന് പറയുന്നത് എന്ത് മോശമാണെന്ന് നോക്കി. പുതുപ്പള്ളി പരിസരങ്ങളിലൊക്കെ ഇപ്പം ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 പേരെന്നെ വിളിച്ച് പറഞ്ഞു അവരുടെയൊക്കെ വാഹനത്തിൻ്റെ ബാറ്ററി, ടയർ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തുനിന്ന് എടുത്തുകൊണ്ട് പോയത്. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ ഒരാൾ കൊണ്ടുപോയി കോട്ടയം ഈസ്റ്റിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അവിടുന്ന് തന്നെ വിളിച്ചായിരുന്നു, ഇതുപോലെ വണ്ടിയുടെ ബാറ്ററിയൊക്കെ പോയെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മോഷണങ്ങളൊക്കെ, ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ പുതുപ്പള്ളി പരിസരങ്ങളിൽ ഒരുപാട് നടക്കുന്നുണ്ട്. വൈകുന്നേരം മൂടിയിടും. ഞാൻ വന്നപ്പോൾ ആ തുണി ഇവിടെ കിടക്കും. ഞാൻ കുട്ടിവെള്ളം ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത്തിരി കുട്ടിവെള്ളം അത് എടുത്തോണ്ട് പോയി. അത് കൊണ്ടുപോയി. ആ സുധീറിന്റെ ഒരു പെട്ടി സോഡ, അതോ നിറകുപ്പി 24 എണ്ണം അത് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ തൊഴിലിന്റെ അവന്മാർ കുറച്ച് പണി വന്നത് ഇത് പൊട്ടിക്കാൻ വേണ്ടി അല്ലേ? ഇതിൻ്റെ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഐസ് ഉണ്ടായിരുന്നു. ഇല്ല ഒന്നുമില്ല. ഇത് കണ്ടോ, ആ പിറ്റാച്ചിയുടെ പരുവം കണ്ടോ? ഇതും കൊണ്ട് വെട്ടിയതല്ലേ? കണ്ടോ? ഇതെല്ലാം ഈ അറിയാവുന്ന ഇവരൊക്കെ കത്തി ഇതെല്ലാം എടുത്തെല്ലാം ഇതേ നാളെ ചെറുക്കനെ കൊണ്ട് നിങ്ങളുടെ ചെറുക്കനെ